ഇതുവരെ നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു സവോള ചെറുതായി നുറുക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നിലക്കടലയാണ് തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതും കൂടി ചേർത്ത് ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് സമയം ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റവ ചേർത്ത് കൊടുത്ത് നമ്മളിതൊരു 3 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. വറുത്ത റവയാണെങ്കിൽ കൂടി ഈ സമയത്ത് നിങ്ങൾ ഇതുപോലെ വറുത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ വെള്ളം വേറെ അടുപ്പിൽ തിളക്കാൻ വെക്കേണ്ടതാണ്. അത് അളന്നിട്ട് തന്നെ വെക്കണം. ഞാനിതാ ഇപ്പോൾ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. നല്ല തിളക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ 1 കപ്പിന് 3 കപ്പ് എന്നുള്ള കണക്കിലാണ് നമുക്കിതിൽ വെള്ളം വേണ്ടത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായി ഇളക്കി തന്നെ നമ്മളിതാ ഇതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മൂടി വെക്കേണ്ടതില്ല. ഇപ്പോൾ നന്നായി ഇളക്കി ഇതാ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. 1/2 കപ്പ് പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. നമ്മൾ റവ എടുത്ത് അതേ കപ്പിൽ നല്ല ചൂടുള്ള പാല് തന്നെ വേണം ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 സാധനങ്ങളാണ്. 1/4 കപ്പ് ചിരവിയ തേങ്ങയും 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര അധികം മധുരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സമയത്ത് ചേർത്താൽ അതിന് ഉപ്പുമാവിന് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലാക്കി അത് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യാം. നമ്മൾ ഇതിലാണ് സെർവ് ചെയ്യുന്നത്. അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കേട്ടു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് എഴുതാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.